എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിലും രുചികരവുമായി ഓണസദ്യയിൽ വിളമ്പാനുള്ള സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കുന്നതിനായി നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ, ചുരയ്ക്ക, തക്കാളി, സാമ്പാർ അമര, പച്ചമുളക്, മുരിങ്ങയ്ക്ക, കത്തിരിക്ക, കിഴങ്ങ്, സവാള, ചേമ്പ്, വെണ്ടയ്ക്ക എന്നീ പച്ചക്കറികൾ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത സാമ്പാർ പരിപ്പാണിത്. ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ വരത്തക്ക വിധം വേവിച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ വേവിച്ച പരിപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കാനായി നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറികളും മുങ്ങിയിരിക്കത്തക്ക പാകത്തിനാണ് വെള്ളം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും സാമ്പാർ പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ വരത്തക്ക വിധം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ചെറിയ ഉള്ളി 3-4 എണ്ണം ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. വെണ്ടയ്ക്ക ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ അതിൽ കായപ്പൊടി ചേർക്കണമെന്നില്ല. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ഇതോടൊപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുളകും മല്ലിയും ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും പരിപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഏകദേശം ഈ പരുവമാവുമ്പോൾ നമുക്ക് സാമ്പാർ അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ചൂടാറുമ്പോൾ സാമ്പാർ കുറുകി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഓണം സദ്യ വിഭവത്തിൻ്റെ പുതിയൊരു രുചിക്കൂട്ടുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.